അങ്ങനെ സമൂസയും കൊക്കവാടിയൊക്കെ തിന്ന് മടുത്തോൽക്ക് ഒരു ഈസി ആയിട്ടൊരു വെറൈറ്റി ആയിട്ട് ഒരു റെസിപ്പിയാണ് കേട്ടോ ഒന്ന് ബ്രെഡ് പോള. ഇതിന് വേണ്ടിയിട്ട് എല്ലില്ലാത്ത ചിക്കനിക്ക് 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം അത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് പൊരിച്ചെടുക്കുക. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടത്. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. എന്നിട്ട് ആ എണ്ണയ്ക്ക് തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി, സവാള ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു ക്യാപ്സിക്കം മുറിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ, അതാരും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലേൻ്റെ പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഈ മസാലേൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന വരെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ പൊരിച്ച് മാറ്റി വെച്ച ചിക്കൻ അതിലേക്ക് ചേർത്തിട്ട് അതൊന്ന് യോജിപ്പിച്ചെടുത്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ബൗളിലേക്ക് കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ട് കുരുമുളക് പൊടി ഉപ്പും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുക. പിന്നെ ഒരു പാൻ എടുക്കുക. ആ പാൻ ആദ്യം ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യ് തടവിയിട്ട് ഈ മുട്ടൻ്റെ മിക്സ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഓരോ ബ്രെഡ് പീസും ഇതുപോലെ മുട്ടൻ്റെ ബാറ്ററിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ്റെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ശേഷം അതിൻ്റെ മുകൾക്ക് പിന്നെ നമ്മൾ ബ്രെഡ് മുട്ടൻ്റെ മിക്സിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കുക. അത് നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ. എന്നിട്ട് ബാക്കി വരുന്ന മുട്ടൻ്റെ മിക്സ് അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബ്രെഡാണ്. അപ്പോൾ പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. അടിയിൽ ഒരു പാത്രം വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ദാ ഇതുപോലെ. എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 1/2 മണിക്കൂർ കുക്ക് ചെയ്തിട്ടെടുക്കണം. കുക്ക് ചെയ്തതിന് ശേഷം നമ്മളിത് വേറൊരു പാനിലേക്ക് ഇതുപോലെ മറിച്ചിട്ടിട്ട് അതിൻ്റെ അടിഭാഗം ഒന്ന് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈസി ആയിട്ടുള്ള ബ്രെഡ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.